റിലീസായി. കസ്റ്റംസ് ഓഫീസറിന്റെ എയർ ഹോസ്റ്റസിന്റെ അന്നത്തെ പാർട്ടിയാണ്. വൈറലായില്ലെങ്കിലും നമ്മൾ രണ്ടുപേരും എയറിലാവും. ലഹരിക്കെതിരെയുള്ള സിനിമയിലായിരുന്നു ഞാൻ അഭിനയിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇടയ്ക്ക് വെച്ച് മറന്നുപോയി. ലഹരി ഉപയോഗിച്ചെന്ന് പറഞ്ഞ് സംവിധായക പോലീസ് പിടിച്ചോണ്ട് പോയി. അയ്യോ പൈസ കൊടുക്കുന്നു ഉണ്ടല്ലേ. ഹലോ പൊന്നെ പറ. അതെ ചേട്ടാ, ഇവിടെ സോപ്പ് ഇല്ല, സ്പ്രേ ഇല്ല, പൗഡർ ഇല്ല, കൊച്ചിനോടുള്ള പാൽപ്പൊടി പോലും തീർന്നുപോയി. ഓ ഞാൻ പലചരക്ക് കടയിലല്ല നിൽക്കുന്നത്, എയർപോർട്ടിലാണ്. അതെനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ച് ഓർമ്മിപ്പിച്ചത്. ഓ അങ്ങനെ അടുത്ത ഫ്ലൈറ്റ് ഇങ്ങോട്ട് വന്നോട്ട് മോള് പറഞ്ഞ എല്ലാം അങ്ങോട്ട് ഒരുത്തനെ ഒന്നും വീട്ടിൽ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കൂല. പിന്നെ അടുത്ത ആഴ്ച അപ്പച്ചിയുടെ മോളുടെ കല്യാണാണേ, കുറച്ച് സ്വർണ്ണം കൂടെ എടുത്തേക്കണേ. ഓ ആ ഫ്ലൈറ്റ് ഇങ്ങോട്ടൊന്ന് ലാൻഡ് ചെയ്തോട്ട് എല്ലാം നമ്മുടെ വീട്ടിലേക്കുള്ളതല്ലേ. ഓക്കെ ചേട്ടാ, ഐ ആം വെയിറ്റിംഗ്. സാറേ എല്ലാം കൂടെ വാരിക്കൊണ്ട് പോകുമ്പോ എനിക്കൊരു മൂക്കുത്തി എങ്ങനെ തരണേ. ആ നോക്കട്ടെ, നമുക്കിപ്പോ നാളത്തേക്കുള്ള റിലീസ് ചെയ്യാം. ഓക്കെ സാർ. എയർപോർട്ടിൽ എത്തി കേട്ടാ. വെക്കനായതുകൊണ്ട് നമ്മുടെ പൈലെടുത്തൊന്നും പറയാൻ പറ്റില്ല കേട്ടാ. ഓ അവളുണ്ട് എന്റെ പെണ്ണുമുള്ള ജമീല. ഓ അവൾ ആദ്യമായിട്ടല്ലേ എയർപോർട്ടിൽ വരണത്. വായി മുളന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് എങ്ങോട്ട് പോയാലേ. അയ്യാ നീ വെളിയറിയാ കുറെ ചെല്ലിട്ട് പോണ കേട്ടാ. നീ വെച്ചാണ് അത് എയർ ഹോസ്റ്റസുകളാണ്. ഏത് ഹോസ്റ്റലായ എന്താണോ മാനമാനേക്ക് സാരി വെച്ച് നമ്മളിരിക്കുന്നത്. എന്റെ ആച്ചാൽ അമ്മച്ചി എനിക്ക് ഇത് എന്താ പറഞ്ഞു എന്തേലും എന്ന് കോഴിക്കോട് പെണ്ണ് കിട്ടിയോ അന്ന് തുടങ്ങിയ എന്റെ ദുരിതം. ഞാൻ കേൾക്കണം. ഇതൊന്നും ഞാൻ ഒരു കാര്യമില്ല മനുഷ്യ. ഒരേ വെറുതെ കുത്തി നിന്നെ നിങ്ങളല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടതിനി. നീ എന്തിനാണ് ഈ പറയണത്? എനിക്കൊരു പുല്ല് മനസ്സിലാവണം. ഓ ഒന്നും മനസ്സിലാവില്ലല്ലോ. ഓടി എനിക്ക് വന്നതല്ല, ഇവിടെ ഇരിക്കുന്ന ആൾക്ക് നീ പറയുന്ന ഒരു തേങ്ങയും മനസ്സിലാവണം. മനുഷ്യന് മനസ്സിലാവണം ഭാഷ പറയുന്നു. നമ്മളെ തിരുവനന്തപുരം ഭാഷയിൽ. അയ്യോ ഒരു മുഞ്ച ഭാഷ വന്നിട്ട് ഇതൊന്നും ഭാഷ മനസ്സിലാക്കാത്. ആപ്പി ഉപ്പി എന്തിന് മുന്തിന് മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷയുടെ മനുഷ്യനൊക്കെ. ഈ ദുനിയാവിലെ ഏറ്റവും നല്ല ഭാഷയാണ് നമ്മളെ കോഴിക്കോട് ഭാഷ. നല്ല ഭാഷ തന്നെ ഇത്ര നാളെ ഞാൻ കേട്ടല്ലോ. അതെന്നാ പറഞ്ഞേ. കോട്ടയം ഭാഷ പിന്നെ കാണാൻ വെച്ചോളൂ. വലിയ കോട്ടയംകാരൻ വന്നേക്കും. തിരുവനന്തപുരം ഭാഷയാണ് കുളപ്പ ഭാഷ. ഏത് നടക്കാതെ നീയൊക്കെ ഇവിടെ എല്ലാ നടത്തി നടക്കാനും ശരി. കോട്ടയം ഭാഷ എന്ന് പറഞ്ഞാൽ അച്ചടി ഭാഷയാ, അക്ഷര നഗരിയാ കോട്ടയം. വലിയ അക്ഷര നഗരി എന്ന പാട്ട് പണ്ട് നിങ്ങളുടെ നാട്ടിലുള്ള ഒരു പഴയ മന്ത്രിയില്ലേ, അവാർഡ് മറ്റും പറഞ്ഞ ഭാഷ ഇപ്പോഴും കോമഡി ആയിട്ട് ഓർമ്മയുണ്ട് എല്ലാവർക്കും. മികച്ച നടി ന്യൂസിയ നസീം. എന്തോ എങ്ങനെ നസീം. മികച്ച പിന്നണി ഗായിക ശ്രേയ ഘോഷാൽ. കോട്ടയംകാരുടെ ഭാഷ എന്താ? എന്റെ ഇടാവേ അതൊക്കെ പണ്ടല്ലേ. ഇപ്പം നിന്റെയൊക്കെ തിരുവനന്തപുരത്തുള്ള മന്ത്രി പറയുന്ന ഭാഷയാണ് ഏറ്റവും വലിയ കോമഡി. SSLC പ്രൈവറ്റ് പുതിയ സ്കീമില്ല. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല പാല. വിജയശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ. അപ്പൊ ഇങ്ങനെ രണ്ടു കൂട്ടർക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ കോഴിക്കോട് ഭാഷയാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഭാഷ. അച്ഛന്മാരെ അത് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. കൊച്ചി ഭാഷ എന്ന് പറഞ്ഞാൽ പൊളിയാണ്, സെറ്റാണ്, സീനാണ്, ആൾക്കാണ്, വേറെ വൈബാണ്. കപ്പൂറാക്കാൻ നിൽക്കല്ലേ. തന്നെ നിങ്ങളെ കൊച്ചി ഭാഷ നമ്മൾ തോനെ കേട്ടിട്ടുണ്ട്. എന്താണ് പക്ഷേ കൊച്ചി ഭാഷയ്ക്ക് കുഴപ്പം? ഇത് തന്നെ കുഴപ്പം. ഞങ്ങൾ വന്ന് പോണ് നിന്ന് ഞങ്ങ നിങ്ങ പറയില്ല, നിങ്ങനെ പറയണത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ല ആരാണ് എന്തിനാണ് പറയണത്. ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത് കോട്ടയംകാരുടെ ഭാഷയാണ് ഭാഷ. ഒന്നും നിർത്തിയേ.
എന്തുട്ട് ഭാഷയാണ് എടാവേ അതിന് അങ്ങനെയല്ല പറയേണ്ടത് എന്തോത്തിനാ ഭാഷയായിട്ട് വിളിച്ചേട്ടാ തൃശ്ശൂര് ഭാഷ തന്നെയല്ലേ കടക്കിട്ട് കടടക്കിട്ട് ഔ എന്ത് കൂട്ടാണ് നിങ്ങൾ ഈ കൂടുന്നത്? ഔ നമ്മുടെ പാലക്കാടൻ ഭാഷയുണ്ടല്ലോ ഒന്നൊന്നര ഭാഷയാണ്. മാത്രമല്ല കേരളത്തിന്റെ നെല്ലറയാണ് പാലക്കാട്. നെല്ലറ പാലക്കാടായിരിക്കും, പക്ഷെ മലയാളികൾ വേറെ തരത്തിൽ ചോറ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അരി അങ്ങ് ആന്ധ്രായിൽ വേണം. അയ്യരിയാണ് പിന്നെന്താ നിങ്ങൾക്ക് നെല്ലറയല്ലേ ഉള്ളൂ, ഞങ്ങൾക്കുള്ളതേ നിലവറയാണ് നിലവറ. തുറന്നുണ്ടല്ലേ കേരളത്തിലെ 13 ജില്ലകളും ഞങ്ങൾ വാങ്ങിക്കും. മച്ചാനെ അതിന് 13 ജില്ലയല്ല 14 ജില്ല ഉണ്ട്. അതിന് നമ്മളെ തിരുവനന്തപുരം വിൽക്കണില്ല. എന്റെ നിങ്ങൾ വാങ്ങിക്കോ വിൽക്കോ ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും ശരി വായിക്ക് രുചിയായിട്ട് എല്ലാം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോട്ടയത്ത് വേണം. നല്ല കപ്പ വെച്ചതും കുടമ്പുളി ഇട്ട് വെച്ച മാത്തിക്കറി, പിന്നെ ബീഫിന്റെ കാര്യം പറയാം. ശരിയാ, ബീഫിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഓർത്തത്. ഇവർക്ക് പെട്രോളിന് വില കൂടിയാലും സ്വർണത്തിന് വില കൂടിയാലും ഒരു കുരുവില്ല. പക്ഷേ ഈ ബീഫിനെങ്ങാനും വില കൂടിയാ കള്ളേ ഇവര് മണ്ണ് അറിവിച്ചാവും. നമ്മൾ കോഴിക്കോട് വരണം. അല്ലോ പലതരം ബിരിയാണി ഉണ്ട്, കട്ടിപ്പത്തിലുണ്ട്, മുട്ടമാറുണ്ട്, ഉന്നക്കായുണ്ട്, പലതരം ഹലുവുണ്ട്. നിങ്ങൾ പോയത് മുട്ടത്തരവിലേക്ക് നിങ്ങൾക്ക് കാണാം. ഒന്ന് നിർത്തിക്കേ, നല്ല ഒന്നാം തര ഇറച്ചിച്ചോറും പൊട്ടിക്കറിയും നല്ല ചെമ്മീനോളത്തിനും കിട്ടണെങ്കിലേ ഞങ്ങളുടെ കൊച്ചി തന്നെ വെണ്ണം. എടേ നീയൊക്കെ എന്തിനൊക്കെയാണ് ഈ പറയണത്? തിരുവനന്തപുരത്ത് വന്ന് ദോശയും രസവടയും ചമ്മന്തിയും പപ്പടവും ജവടി കുഴത്ത് അടിച്ചിട്ടുണ്ടാ? പോട്ട് വാങ്ങിയുള്ള കുടിച്ചിട്ടുണ്ടാ? വാങ്ങി കഴിച്ചിട്ടുണ്ടാ? നിങ്ങൾ ആഹാരത്തിന്റെ കാര്യം വരുന്നത് ഈ സിനിമാക്കാരുണ്ടല്ലോ എവിടെ ഈ പണം പിടിക്കുന്നത് എല്ലാം പാലക്കാടാണ്. അതും നമ്മുടെ വൈക്കാശ്ശേരി മലയാളാണെന്ന് സീനാക്കല്ലേ. ഏറ്റവും കൂടുതൽ സിനിമക്കാര് താമസിക്കുന്നത് നമ്മുടെ കൊച്ചിയിലാണ് മച്ചാ. അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയാം. മലയാള സിനിമയുടെ മെഗാസ്റ്റാർ പത്മശ്രീ ഭരത് മമ്മൂട്ടി ജനിച്ചത് ഞങ്ങളുടെ കോട്ടയത്ത വൈക്കത്തുള്ള ചെമ്പില്. അങ്ങനെയാണെങ്കിലേ ആ മമ്മൂക്ക ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങിയത് നമ്മളെ തിരുവനന്തപുരം ഭാഷ പറഞ്ഞിട്ടാണ്. രാജമാണിക്യത്തില് അവന്റെ അമ്മയുടെ തല പരിപ്പ് തീരുന്നില്ലല്ലേ? തീർന്നില്ല, ഇനിയുണ്ട്. മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം ധാരാട്ടയില്ലേ തിരുവനന്തപുരത്തുകാരനാണ്. പത്തനംതിട്ടയിലാണെങ്കിലും അണ്ണന് പൂജപ്പുര മുളകുമുകളിൽ വീടുണ്ട്. പഠിച്ചത് MG കോളേജ്. അണ്ണന് തിരുവനന്തപുരത്തിന്റെ മുക്കും മൂലേ അറിയാം. നിങ്ങൾ ഈ പറഞ്ഞ നടന്മാരെ പാടി അഭിനയിച്ച പാട്ടുകൾ പാടിയതേ ഗാനഗന്ധർവൻ ദാസേട്ടൻ ഞങ്ങളുടെ കൊച്ചിക്കാരനാണ്. തള്ളെ തിരുവനന്തപുരത്തുണ്ട് പൊളപ്പ പാട്ടുകാര് MG അണ്ണൻ, ജാസി അണ്ണൻ, പിന്നെ നമ്മുടെ വാനമ്പാടി ചിത്ര ചേച്ചി അടക്കല്ലേ. ഓ നിങ്ങൾ എന്താണ് പറയണത്? പാലക്കാട് എത്ര പാട്ടുകാരുണ്ടെന്ന് അറിയോ? നിങ്ങൾ ഈ പറഞ്ഞ ദാസേട്ടന്റെ ഗുരു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എവിടുത്തെയാണ്? പാലക്കാടാണ്. ഓരെങ്കിൽ പിടിച്ചോ, ശങ്കർ മഹാദേവൻ, P ഉണ്ണികൃഷ്ണൻ, P ലീല, സ്വർണ്ണലത, ഹരിഹരൻ, ഇനി എത്ര വേണം ഞങ്ങക്ക്? കോഴിക്കോടല്ലേ പാട്ടുകാര്. മുംബൈയുടെ ഗസല് കേട്ടിട്ടുണ്ട്.